ഹലോ, എല്ലാവർക്കും SR കറി വേൾഡിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പം വെജിറ്റബിൾ സ്റ്റൂ. അപ്പം റെഡിയാക്കി എടുക്കാനായി 2 കപ്പ് പച്ചരി നന്നായി വാഷ് ചെയ്തിട്ട് 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിലത്തെ വെള്ളം മുഴുവൻ കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് തിരുമ്മിയ നാളികേരവും 1 കപ്പ് ചോറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1.25 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുറ്റിച്ച് അതും ഒഴിച്ചു കൊടുക്കാം. കൈ വെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ രാത്രിയിലാണ് അരച്ചെടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം ചുട്ടെടുക്കുക. ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇത് പിറ്റേ ദിവസം രാവിലെ മാവ് നല്ലവണ്ണം പൊങ്ങി ഇതേ പുറത്ത് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടിയും വലിപ്പമുള്ള പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനി മാറ്റി വയ്ക്കുക. അപ്പോഴത്തേന് നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് 3 കറിയാമ്പൂ, 2 ഏലക്കായ, 1 പട്ട ചെറിയ കഷ്ണം അതിട്ട് ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1 സബോള ചെറുതായി കട്ട് ചെയ്തത്, എരിവിന് ആവശ്യമുള്ള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണ്. എന്നിട്ട് ചെറുതായി ഒന്ന് വാട്ടിയെടുത്താൽ മതി, നല്ലവണ്ണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 ഉരുളൻകിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തതും, 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് തലേദിവസം കുതിർത്ത് അതെടുത്താലും മതി. 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അപ്പം ചുട്ടെടുക്കാം. സ്റ്റൗവിലേക്ക് അപ്പ ചട്ടി വെച്ച് കൊടുക്കുക. അതൊന്ന് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഓട്ടോട്ട വരുന്നതിന് ശേഷം സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ അപ്പം ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇതൊന്ന് തവി വെച്ച് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തള വരുമ്പോൾ സ്റ്റൗവ് ഓഫ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസ് ഒന്നും കൂടി ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. അടിപൊളി വെജിറ്റബിൾ സ്റ്റൂ ആണ് അപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.